ആലപ്പുഴയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ LDF UDF ട്രെൻഡ് ഉണ്ടായിരുന്നത് പോലും ആലപ്പുഴയിൽ ജയിച്ചു. അപ്പൊ ആലപ്പുഴയിൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പാളിച്ചുണ്ടായതായി തോന്നുന്നുണ്ടോ? ഉണ്ട്. ഞാൻ നിഷ്പക്ഷമായി പറഞ്ഞാൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി. അതായത് പാർലമെന്റിലേക്ക് അസംബ്ലി 2-3 പ്രാവശ്യം പാർലമെന്റിലേക്ക് ഒരു പ്രാവശ്യം നിന്ന ആളാണ് ആരിഫിനെ ഇത്തവണ നിർത്താൻ പാടില്ലായിരുന്നു. എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോഴെല്ലാം നിർത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി അണികളിൽ ആരിഫിനെ പറ്റി അഭിപ്രായ അശേഷമില്ല. മുകളിലുള്ള സ്വാധീനം വളരെ കാണാം. പക്ഷെ പാർട്ടി അണികളിൽ ഞാൻ പാർട്ടി അണികളുമായിട്ടും പാർട്ടി പ്രവർത്തകരുമായിട്ടും ഒരുപാട് ഈ പ്രദേശത്ത് ഒരുപാട് ബന്ധമുള്ള ആളാണ് ഞാൻ. അവരിൽ നിന്നെല്ലാം നല്ലൊരു അഭിപ്രായം ഒരിക്കലും ആരിഫിനെ പറ്റി ഉണ്ടായില്ല. ആരിഫ് തോറ്റത് 70 വോട്ടുമല്ല, മുസ്ലിമിന്റെ വോട്ട് പോലും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ആരിഫിന് അറിയാമായിരുന്നല്ലോ, എന്നോട് പോലും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ ഇന്ന് നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാൽ പുള്ളിയുടെ സ്ഥിതി പരുങ്ങലിലായിരിക്കുമെന്ന് നേരത്തെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. വരികയില്ലെന്നാണ് പ്രതീക്ഷിച്ചത്. വന്നു. അപ്പൊ തന്നെ അന്നേ പുള്ളി കീഴടങ്ങി എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വമേ ന്യൂനപക്ഷം എന്നുള്ള ഒരു വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി കൊടുത്തതാണ്. ഇവിടുത്തെ ജയസാധ്യതയെ പരിഗണിക്കാതെ. കാരണം ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു, ഇവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ട് ജയസാധ്യത കുറവാണെന്ന്. അങ്ങനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലൊരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായ ഒരു സ്ഥാനാർത്ഥിത്വം വന്നതാണ് എന്ന് കരുതുന്നുണ്ടോ? ഇത് നിർത്തിയാൽ പരാജയമായിരിക്കും ഇടതുപക്ഷത്തിന് എന്നുള്ളത് സ്റ്റേറ്റ് ലീഡർഷിപ്പിനോടാണോ പറഞ്ഞത്? ആരോടാണ് പറഞ്ഞതെന്നൊക്കെ ടി വി കൂടെ ഞാൻ പറയേണ്ട കാര്യമില്ല. അറിയേണ്ട പാർട്ടികൾ അറിയാൻ വേണ്ടി എന്നോട് ചോദിച്ചവരോട് പറയാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അറിയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ സത്യം പറയണ്ടേ. പറഞ്ഞിട്ടുണ്ടല്ലേ ജയസാധ്യത കുറവാണെന്ന്. കാരണം പാർട്ടി അണികളിൽ നിന്നുള്ള പ്രാദേശികമായിട്ടും ഞങ്ങളുടെ എല്ലാ നാട്ടിലുള്ള പ്രാദേശിക പാർട്ടിക്കാരുടെ സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.